ഹലോ ഫ്രണ്ട്സ്, നാളെ രാത്രി നമ്മൾ നാട്ടിൽ വരൂലേ? അതിന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതാ പോവുകയാണ് കേട്ടോ. മെട്രോയിൽ നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. നമ്മളിപ്പം പോകാൻ പോകുന്നത് ലുലു മാളിലാണ്. ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോയിലും നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ നേരെ കാണിച്ചിട്ടില്ലല്ലോ. ഇന്നാ പിടിച്ച് അങ്ങനെയുള്ളവർ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. എപ്പോഴും ഏത് കടേൻ്റെ ഫ്രണ്ടിലും പൂച്ച കിടക്കുന്നതാണ് പതിവ്. പക്ഷേ ഈ ഒരു കടയിൽ മാത്രമേ ഇല്ലായിരുന്നു. കാരണം അവിടെ ബമ്പം വില കൂടുതലല്ലേ, അതുകൊണ്ടായിരിക്കാം അവർക്കും പോകാൻ പറ്റാത്തത്. പിന്നെ അവിടെ കോസ്മെറ്റിക്സൊക്കെ അവൈലബിൾ ആട്ടോ. അവരും നമുക്ക് ഇട്ട് തരും. പാർട്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവർ ഇട്ട് തരും കേട്ടോ. നമ്മൾ പറയുന്ന പോലെ ഇട്ട് തരും. പിന്നെ നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ട്. അർഫാക്ക് ബാസ്ക്കറ്റ് വേണമെന്ന് പോലും അവൾ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ലോക്ക് വാങ്ങണമായിരുന്നു, ബൾബ് വാങ്ങണം. ഇത്രയും സാധനങ്ങൾ വാങ്ങി. 2 ഗ്ലൗസ്, ഒരു സ്റ്റാൻഡ്, മറ്റേ വാളിലിങ്ങനെ ഒട്ടിക്കുന്ന സ്റ്റാൻഡ്, പിന്നെ ഒരു ബാസ്ക്കറ്റ്. പിന്നെ അവിടെ മീനിൻ്റെ കച്ചവടം ഭയങ്കരമായിട്ട് നടക്കുന്നു കേട്ടോ. നടക്കട്ടെ, നമുക്കിവിടെ നടക്കാം. നമ്മൾ ഇവിടെ കിച്ചൺ ഐറ്റംസ് അപാരമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ അവിടെ ഓണച്ചന്ത വരെ ഉണ്ട് കേട്ടോ. ഇത് മലയാളിയായിരിക്കാം ഈ കട. പിന്നെ അവിടെ കുറേ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മളൊരു പ്ലേറ്റും ഒരു ബൗളും എടുത്തു. പിന്നെ ഇവിടെ ഒരു ബ്രൗൺ കളർ മാർബിൾ ഉണ്ടായിരുന്നല്ലോ, അതെടുത്തു. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ, ഇവിടെ ഷാമ്പൂ, പിന്നെ കണ്ടീഷണർ, ഈ പാന്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അടപ്പില്ലാത്ത പാനാണ്. നമുക്ക് വേണമെങ്കിൽ അടപ്പ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം. ഇത് അടപ്പുള്ള പാനാണ്. മറ്റേ ഹോട്ട് പോട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ദോശക്കല്ല്. പിന്നെ ഇവിടെ മറ്റേ ഈ നാരങ്ങയൊക്കെ പിഴിയൂലേ, ഇതിൻ്റെ ഈ ഷാർപ്പ് കാണുന്നത് നമുക്ക് വെട്ടാനും പറ്റും കേട്ടോ. പിന്നെ ഇവിടെ വേറെ എണ്ണമുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓറഞ്ചൊക്കെ നമുക്ക് ഇതിൽ വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ രാമചന്ദ്രനിൽ മാവൊക്കെ ഇങ്ങനെ എടുക്കൂലേ, ആ ഒരു സ്പൂണാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരറ്റൊക്കെ ഇങ്ങനെ അരിയാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ഷേപ്പാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇത് എണ്ണ പുരട്ടാനുള്ളതാണ്. ഇത് ക്യാരറ്റിൻ്റെയും പല ഷേപ്പിൽ നമുക്കത് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പാലരിപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ. പിന്നെ ഇത് എൻ്റെ മോനെ, കുറുമിയുടെയും മാഷയുടെയും വെയിറ്റേഴ്സിൻ്റെ ഫുള്ള് കപ്പും പ്ലേറ്റും, പിന്നെ അറയുള്ള പ്ലേറ്റ് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഗ്ലാസ്, സെറാമിക്, പിന്നെ അങ്ങനെ പ്ലാസ്റ്റിക്, അങ്ങനെ പോലെ കുറേ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ ജാറ്, അങ്ങനെ കുറേ. പിന്നെ അവിടെ ഫുള്ള് ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ്സ്. പിന്നെ അവിടെ ഫുള്ളും വില കുറവാണ് കേട്ടോ. ഓണമൊക്കെ ആയതുകൊണ്ട് ഓണം ഫുള്ള് ഇവിടെയാണെന്നും പറഞ്ഞൊരു പോസ്റ്റർ വയ്ക്കും. എല്ലാം 50 ഓഫർ. പിന്നെ ഈ പകുതി വെച്ച് മാമച്ചിയും വന്ന് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫിക്സിൻ്റെ കുനാഫ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. പിന്നെ അവിടെ നമുക്ക് ഒരു ജെല്ലി മുട്ടായിൻ്റെ ഒരു മെറ്റീരിയൽ, അങ്ങനെ കുറേയൊക്കെ വാങ്ങി. അവിടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ജെല്ലി മുട്ടായി. നമ്മൾ വാങ്ങില്ല, പക്ഷേ ചെറിയും പിന്നെ ബെറിയല്ല, മറ്റേ ടെഡി ബിയറിൻ്റെ ഷേപ്പുള്ളൊരു ജെല്ലി മുട്ടായി വാങ്ങി. പിന്നെ അവിടെ നമ്മൾ കുറച്ച് മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട്, നട്ട്സ് മുട്ടായൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് പോയി. പിന്നെ നമ്മളിവിടെ കുറേ കറങ്ങിയൊക്കെ നോക്കി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോയെന്ന്. അങ്ങനെയാണ് നമ്മളിവിടെയൊക്കെ വന്നത്. പിന്നെ നമ്മൾ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ ടാറ്റ.